ശ്രീനന്ദയുടെ മൃതദേഹം ഇന്നു തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് ചിക്കമംഗളൂരു എംഎൽഎ എച്ച്.ഡി. തമ്മയ്യ എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ അന്വേഷണത്തിന് ശേഷമേ കൂടുതൽ പറയാൻ കഴിയൂവെന്നും സ്ഥലം എംഎൽഎ പറഞ്ഞു. Requisition to district surgeon and our special surgeon is here for postmortem. After the postmortem, we will give the body to parents within 2 hours. After that, our police department investigation promptly. So further, what is the result? Sir, hospital authority can hand over to that Srinanda parents to Srinanda body today within 2 hours. Is already is doubts there in that parents. So finally, is result is investigation. After the investigation is result come and after the postmortem report come and test for lab. Forensic science lab. മരണത്തിൽ സംശയമുണ്ടെന്ന് ശ്രീനന്ദയുടെ അച്ഛൻ രമേശൻ പറഞ്ഞു. എൻ്റെ മോളെ 7-ാം തീയതിക്ക് മിസ്സിങ് ആയതാണ്. അപ്പോൾ അന്നാണ് ഇപ്പോൾ ബോഡി നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ എന്താണ് അവസ്ഥ എന്നുള്ളത്, എങ്ങനെ അത് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് ഇപ്പോൾ പോലീസിൻ്റെ കടമയാണ്. അവർ നോക്കി കണ്ടുപിടിക്കട്ടെ. പിന്നെ അതുമാതിരി തന്നെ ബാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാര്യങ്ങൾ വരുന്നതിറക്കി എന്നാലാണ് നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അതിനാണ് ഇപ്പം നമുക്ക് ബോഡി താഴെ നിന്ന് കിട്ടി. എങ്ങനെ ബോഡി താഴെ വന്നു എന്നുള്ളത് ഫർദർ അന്വേഷണം ആവശ്യമാണ്. അവർ ചെയ്യുന്നു വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഒരു അപകടം പറ്റിയ സമയത്ത് ഇതുമാതിരി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും എല്ലായിടത്തും കേരള ഗവൺമെൻറ് കർണാടക ഗവൺമെൻറ് തലത്തിലും എല്ലായിടത്തും നമുക്ക് നല്ല രീതിയിലുള്ള സഹകരണ സപ്പോർട്ടുകളും എല്ലാം കിട്ടിയിട്ടുണ്ട്. അതിന് എല്ലാവരുടെ വളരെ നന്ദി പറയുകയാണ്. തുടർന്നുള്ള അന്വേഷണത്തിലും എല്ലാവരുടെയും സഹകരണം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ അന്വേഷണങ്ങളെല്ലാം ഇത്ര പെട്ടെന്ന് ഉചിതമായി ആക്കി തന്ന എല്ലാ മീഡിയക്കാർക്കും നിങ്ങൾ നന്ദി പറയുകയാണ്. തുടർന്നും ഇതിൻ്റെ ബാക്കിയുള്ള അന്വേഷണത്തിലും കൂടെ സഹകരണം വേണമെന്ന് പ്രാഥമികമായിട്ട് ഇപ്പോൾ അവർക്ക് പ്രത്യേകിച്ചിട്ടൊന്നും പറയാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. ബോഡി കാണാനില്ല, മിസ്സിങ് ആയിരുന്നു. ബോഡി ഇന്നിപ്പോൾ താഴെ കിട്ടിയിട്ടുണ്ട്. ബോഡി എങ്ങനെ താഴെ വന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. അത് നിലനിൽക്കുന്നുണ്ട്. അത് പിന്നിപ്പോൾ നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ആശങ്ക ക്ലിയറായി കിട്ടും. അല്ല, അതെ അതാണ് പറഞ്ഞത്. അപ്പോൾ ഫർദർ ഇൻവെസ്റ്റിഗേഷനിലാണ് നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഉണ്ടാവുന്നതന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പോലീസിൻ്റെ സൈഡിൽ നിന്ന്. ഞങ്ങൾ 7-ാം തീയതിയാണ് ഇവിടേക്ക് എത്തിയത്. മണിക്കുതേര അവിടെ ചിക്കമംഗളൂർ 7-ാം തീയതിയാണ് എത്തിയത്. ഒരു 5:20 വരെ അവൾ നമ്മുടെ കൂടെ ഉണ്ട്, ഫോട്ടോയിലൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ അവൾ ഒരു 5-10 മിനിറ്റിനുള്ളിൽ മിസ്സിങ് ആയി. ഞങ്ങൾ അപ്പം തന്നെ തിരയാൻ തുടങ്ങി. പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഇപ്പോൾ ബോഡി കിട്ടിയത് ആ ഫോട്ടോ എടുത്തതിൻ്റെ കുറച്ച് ആ ഭാഗത്ത് തന്നെയാണ്. അതിന് നേരെ താഴ്ന്നാണ് കിട്ടിയത്. അപ്പോൾ രമേശേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ബോഡി കിടക്കുന്ന ഭാഗത്തേക്ക് മുകളിലേക്ക് ശ്രീനന്ദ അച്ഛൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ട് ഇങ്ങനെ സംശയങ്ങളും കാര്യങ്ങളൊന്നും ആയിട്ട് തോന്നുന്നില്ല, വീണ് തന്നെ ആയിരിക്കും എന്നുള്ള തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണ് കിടക്കേണ്ടതെന്ന് ബോഡി പറഞ്ഞു. പിന്നെ ബോഡിക്ക് പഴക്കമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സംശയിക്കേണ്ടതായിട്ടൊന്നുമില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. KV ബൈജു കൂടുതൽ വിവരം നൽകും ചിക്കമംഗളൂരുവിൽ നിന്ന്. ബൈജു, വേദനാജനകമായിട്ടുള്ളൊരു ദിനമാണ്. പ്രതീക്ഷ അവസാനിച്ചു. എന്നാലും ശ്രീനന്ദയുടെ മൃതദേഹമാണ് തിരികെ കിട്ടിയത്. ഈ കുടുംബം ഉന്നയിക്കുന്നത് ദുരൂഹതയുണ്ട് എന്നുള്ളതായിരുന്നു സംശയങ്ങളാണ് നേരത്തെ. പക്ഷേ അവിടുത്തെ MLA പറയുന്ന കാര്യം പോസ്റ്റ്മോർട്ടം കഴിയട്ടെ, അതിനുശേഷം അന്വേഷണത്തിൽ ഒരു വ്യക്തത വരും എന്നുള്ളതാണ്. എന്താണിപ്പോൾ കുടുംബാംഗങ്ങൾ ആ MLAയുടെ വാക്കുകളോട് പ്രതികരിച്ചത് എങ്ങനെയാണ്? എൽദോ, ശിവാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത ഇപ്പോഴും അകലുന്നില്ല. രമേശൻ എന്ന് പറയുന്ന ഈ ശിവാനന്ദയുടെ
പിതാവാണ് ഇപ്പോൾ നമ്മോട് അല്പം മുമ്പ് സംസാരിച്ചത്. അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി പറയുന്നത് തന്നെയാണ്. ഇതിൽ ഇപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. അത് പോലീസ് കണ്ടെത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു പ്രതീക്ഷ അദ്ദേഹം പറയുന്നു. അന്വേഷണത്തിൽ തൃപ്തിയുണ്ട്. ഈ അപകടം ഉണ്ടായ അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്ഥലത്തല്ല ഈ മൃതദേഹം കണ്ടെത്തിയത്. അത് തന്നെയാണ് ഈ സംശയത്തിന് ഇടയാക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ പ്രധാനമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടുകൂടി ഇതിലൊരു വ്യക്തത വരും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചിക്കമംഗളൂരു മോർച്ചറി, ജില്ലാ ആശുപത്രിയിലെ മോർച്ചറി എനിക്ക് പിറകിൽ കാണുന്ന സ്ഥലത്താണ് ഇപ്പോൾ ശിവാനന്ദയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. ഏതായാലും ഇന്ന് തന്നെ മൃതദേഹം വിട്ടു നൽകും. ഇതിൽ പ്രധാനമായും ഇവർ ആവശ്യപ്പെട്ടിരുന്നത് മലയാളിയായ ഡോക്ടറുടെ സേവനം ഇവിടെ പോസ്റ്റ്മോർട്ടത്തിന് വേണമെന്നായിരുന്നു. പക്ഷേ അത് പോലീസ് അംഗീകരിക്കാൻ തയ്യാറായില്ല. അതിന് പകരം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ മുഴുവൻ വീഡിയോയിൽ ചിത്രീകരിക്കും, അത് ഇവർക്ക് കുടുംബത്തിന് കൈമാറും എന്ന ഒരു ഉറപ്പിന്മേലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. ഏതായാലും ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വിട്ടുകൊടുക്കും. ചൊവ്വാഴ്ച വൈകിട്ട് 5:20 കൂടിയാണ് ശിവനന്ദ ഉൾപ്പെടെയുള്ള 40 പേരടങ്ങുന്ന ഇവരുടെ കുടുംബം ഇങ്ങനെ ഇവിടെ ചിക്മംഗ്ലൂരിലേക്ക് എത്തുന്നത്, ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലെത്തുന്നത്. നേരത്തെ അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ 5:20 ഇവർ ഫോട്ടോയിൽ ഇവർ ഒരുമിച്ചുണ്ട്. പിന്നീട് വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് രാവിലെ ഇവർ നമ്മോട് സംസാരിക്കുമ്പോൾ കുടുംബം പറഞ്ഞത് പ്രധാനമായും തട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത, അത്തരത്തിൽ ഇങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നുകൊണ്ടാണ്. കാരണം കൂടെ തന്നെ ഉണ്ടായിരുന്ന കുട്ടി വളരെ പെട്ടെന്ന് കാണാതാവുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ തട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയാണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് ഒരു 12 മണിയോടുകൂടി മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ മൃതദേഹം കണ്ടെത്തിയത് ഇവർ ഉണ്ടായ സ്ഥലത്തല്ല, അതിൽ നിന്നും മാറി ഒരു സ്ഥലത്താണ്. 1500 അടിയോളം താഴ്ചയുള്ള കൊക്കയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ തോതിലുള്ള സംശയമുണ്ട്. ഇത് പോലീസ് കണ്ടെത്തി കൊടുക്കും എന്നാണ്, പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിക്കുമെന്ന ഒരു ആത്മവിശ്വാസം അവർ പറയുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷ അവർ പറയുന്നുണ്ട്. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും പറയുന്നുണ്ട്. പോലീസ് അത്തരത്തിൽ ഇതിൽ സംസ്ഥാന, അതായത് കർണാടക സംസ്ഥാന ആഭ്യന്തരമന്ത്രി അതുപോലെ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട ഒരു സംഭവമാണ്. കാരണം അത് ഇത്രത്തോളം വലിയ തോതിലുള്ള ഒരു വാർത്തയായി ഇന്ന് രാവിലെ ഇത് കന്നഡ മീഡിയയിലും ഉൾപ്പെടെ ന്യൂസ് 8ന്റെ കന്നഡ മീഡിയ ഉൾപ്പെടെ ഇത് വരുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ വലിയ ശ്രദ്ധയാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം കേരള സർക്കാരിൽ നിന്നുള്ള ഇടപെടലും ഉണ്ടായിട്ടുണ്ടെന്നാണ് അച്ഛൻ രമേശൻ ഇപ്പോൾ നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്ന് വലിയ ഒരു തോതിലുള്ള സംയുക്ത തെരച്ചിലാണ് ഇന്ന് രാവിലെ നടത്തിയത്. അതിൽ വനം വകുപ്പുണ്ട്, NDRF ഉണ്ട്, പോലീസുണ്ട്. അതോടൊപ്പം ഇവരോടൊപ്പം 40 പേരടങ്ങുന്ന സംഘമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 30 പേർ നാട്ടിലേക്ക് തിരിച്ചുപോയി, മറ്റുള്ള 10 പേർ ഇവിടെ നിൽക്കുന്നുണ്ട്. അവരും ഈ ഒരു സംഘത്തോടൊപ്പം ചേർന്ന് വലിയ തോതിലുള്ള തെരച്ചിൽ നടത്തി. ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോടുകൂടിയുള്ള തെരച്ചിലായിരുന്നു നടത്തിയത്. അങ്ങനെയാണ് ഏറ്റവും ഒടുവിലായി 12 മണിയോടുകൂടി ഈ മൃതദേഹം കണ്ടെത്തുന്നത്. വലിയ തോതിലുള്ള ഒരു കൊക്കയാണ്. ഇവർ നേരത്തെ അത് ഒരു സംശയം വരാനിടയായത് ഇതാണ്. അത് മാത്രമല്ല മൃതദേഹത്തിന് വലിയ പഴക്കമില്ല എന്ന തരത്തിലായിരുന്നു ആദ്യം തുടക്കത്തിൽ പറഞ്ഞിരുന്നതെങ്കിൽ അക്കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം ഒരു പഴക്കം ആയ ഒരു സംശയം രേഖപ്പെടുന്നുണ്ട്. ഇതിനെല്ലാം ഉത്തരം കിട്ടണമെങ്കിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇതിൽ കൃത്യമായൊരു ഉത്തരം കിട്ടും. അത് നാളെ ഒരു 11 മണിയോടുകൂടി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാൽ ഇന്ന് തന്നെ ഇവർക്ക് നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ, സംവിധാനങ്ങൾ ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൽ കർണാടക ആരോഗ്യ വകുപ്പ് മന്ത്രി വരെ നേരിട്ട് ഇടപെട്ടാണ് അത്തരമൊരു സൗകര്യം ചെയ്തു കൊടുത്തത്. അങ്ങനെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ആശുപത്രിയുടെ മോർച്ചറിയിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ നടക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ 12:30 തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. അത് മണിക്കൂറുകളോളം നീണ്ടു. 7 മണിയോടുകൂടിയാണ് എന്നാലും നമ്മുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അത് പൂർത്തിയായാൽ ഉടൻ തന്നെ ആ മൃതദേഹം വിട്ടു നൽകുമെന്നുള്ളതാണ് കർണാടകയിൽ നിന്ന് അധികൃതരുടെ അറിയിപ്പ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്ന് തന്നെ ശ്രീനന്ദയുമായി ബന്ധുക്കൾ പാലക്കാട്ടേക്ക് തിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ബൈജു, ഇന്ന് തന്നെ ഈ രാത്രി തന്നെ അവർ കുഞ്ഞുമായി ശ്രീനന്ദയുമായി വീട്ടിലേക്ക് വരുമെന്നാണോ കരുതേണ്ടത്? അതെ എൽദോ, അങ്ങനെ തന്നെയാണ് ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. അത്തരം നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എനിക്ക് പിറകിൽ കാണാം ആംബുലൻസ് റെഡിയായിരിക്കുന്നു. ആ ആംബുലൻസിലാണ് മൃതദേഹം. എന്നാലും KV ബൈജു ആണ് ചിക്കമംഗളൂരുവിലെ ആശുപത്രി, ജില്ലാ ആശുപത്രിയിൽ അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു. അവിടെ ആംബുലൻസ് ഉൾപ്പെടെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടെന്നാണ് ബൈജു അവിടെ നിന്നും വിവരങ്ങൾ നൽകുന്നത്. KV ബൈജു അവിടെ ചിക്കമംഗളൂരുവിലുണ്ട്. അവിടെ നിന്നുള്ള പ്രതികരണങ്ങളുമാണ് തൊട്ടു മുമ്പ് പ്രേക്ഷകർ കേട്ടതും. എന്തായാലും ശ്രീനന്ദ ആ മൃതദേഹം ഇന്നാണ് ഏതാണ്ട് 1500 അടി താഴ്ചയിൽ നിന്ന് അവർക്ക് തിരികെ കിട്ടിയത്. തെരച്ചിലിനൊടുവിൽ നേരത്തെയും ഇവിടെ തെരച്ചിൽ നടത്തിയിരുന്നു എന്നൊക്കെ ബന്ധുക്കൾ പറയുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും
പ്രതീക്ഷകളൊക്കെ അവസാനിച്ചു. ആ കുട്ടിയെ നമുക്ക് ജീവനോടെ തിരികെ കിട്ടിയില്ല എന്നുള്ളതാണ് സങ്കടകരം. ബൈജു, തുടരാം. ആദ്യം പറഞ്ഞത് വ്യക്തമായിരുന്നില്ല. എൽദോ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. അതായത് വലിയ തോതിലുള്ള ഇടപെടൽ ഇതിൽ ഉണ്ടായതിന് സമ്മർദ്ദത്തിന്റെ ഫലമായാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത്. എൽദോ പറഞ്ഞത് ശരിയാണ്. ഇന്ന് രാവിലെ നമ്മൾ ഈ വാർത്ത കൊടുക്കുന്ന സമയത്ത് വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുക്കുന്ന സമയത്ത് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ കുടുംബം, ആ ബന്ധുക്കൾ ഉൾപ്പെടെ വ്യക്തമാക്കിയതാണ് ഈ ഒരു ഡോഗ് സ്ക്വാഡ് നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ അവിടെ ഒരു അടച്ചിട്ട ഒരു കടയുണ്ട്. ആ കടയുടെ മുന്നിലാണ് ഈ പോലീസ് തായ മണം പിടിച്ചു നിന്നത്. അപ്പോൾ ഇവർ സംശയം പ്രകടിപ്പിച്ചത് അവിടെ ഏതെങ്കിലും തരത്തിൽ ഈ ശ്രീനന്ദയെ തടങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാം, തട്ടിക്കൊണ്ടുപോയിട്ട് ജീവനോടെ തന്നെ ഉണ്ടാകാം, ശ്രീനന്ദയെ ജീവനോടെ തന്നെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും എന്നൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അതെല്ലാം അസ്തമിച്ചു. 12-ഓടുകൂടി വലിയ കൊക്കയിൽ ഇങ്ങനെ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോഴും ആ ചോദ്യം ബാക്കിയാണ്, എങ്ങനെയാണ് ശ്രീനന്ദ ഈ ഒരു ഇവർ സഞ്ചരിക്കാത്തൊരു പാതയിലെ ഒരു കൊക്കയിൽ ഇങ്ങനെ എത്തപ്പെടാൻ ഇടയായത് എന്നതാണ് വലിയ സംശയം. അത് തന്നെയാണ് ഇപ്പോൾ പിതാവും പറഞ്ഞത്. അത്തരം സംശയങ്ങൾ ഇപ്പോഴും അവർക്ക് നിലനിൽക്കുന്നുണ്ട്. അതിൽ ഉത്തരം പോലീസ് കണ്ടെത്തുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവച്ചത്. നമ്മൾ പോലീസുമായും ബന്ധപ്പെട്ടിരുന്നു. പോലീസ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഇവർക്ക് ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാവൂ. പ്രധാനമായും ഈ മൃതദേഹത്തിന് എത്ര ദിവസം പഴക്കമുണ്ടെന്നാണ്. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 കൂടിയാണ് കുട്ടിയെ കാണാതാവുന്നത്. അങ്ങനെ അത്ര ദിവസം പഴക്കമുണ്ടോ എന്നത് പ്രധാനമായും നോക്കണം. അതുകൂടാതെ ഏതെങ്കിലും തരത്തിൽ മറ്റ് ഏതെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ ഈ കുട്ടിക്ക് നേരെ, അത്തരം സംഭവങ്ങൾ പരിശോധന ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തായാലും വ്യക്തമാവും. ഈ ഒരു 2 സംഭവങ്ങൾ വന്നാൽ തന്നെ ഇതിലൊരു വ്യക്തത വരും. അത് നാളെ 11 മണിയോടുകൂടി മനസ്സിലാവുമെന്നാണ് അറിയുന്നത്. അത്തരത്തിൽ പ്രാഥമികമായ ഒരു റിപ്പോർട്ട് വരും. അത്തരത്തിലുള്ള 2 വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നത്. അത് പ്രത്യേകമായും ഇവർ നിർദ്ദേശം നൽകിയിരുന്നു. അത്തരത്തിൽ വിദഗ്ധമായ ഒരു പോസ്റ്റ്മോർട്ടം തന്നെ നടത്തണം. ഇനിയും ഒരു മണിക്കൂറിനകം പോസ്റ്റ്മോർട്ടം നടപടിയെ പൂർത്തിയായി. എനിക്ക് പിറകിൽ നിൽക്കുന്ന ആംബുലൻസിൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനാണ് തീരുമാനിച്ചിട്ടത്. രാവിലെയോടുകൂടി നാട്ടിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവരുടെ യാത്ര ക്രമീകരിച്ചിട്ടുള്ളത്. KV ബൈജു ആണ് ചിക്കമംഗളൂരുവിൽ നിന്നും ചേർന്നത്. ശ്രീനന്ദയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഇന്ന് തന്നെ അവർ അവിടെ തിരിക്കും.